അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ള റോഷൻ. ഞാൻ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ്. എൻ്റെ ചോദ്യം, ഒരു മുസ്ലിമിന് ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് കാര്യം, ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിയമനിർമ്മാണം നടത്തിയത് കേവലം സൃഷ്ടികളല്ലേ? ഉദാഹരണമായി ഇനിയിപ്പം നമ്മുടെ മദ്യപാനത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമം 60 അടി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിയമം പ്രാബല്യത്തിൽ വരാത്തിടത്തോളം കാലം സർവ്വസൃഷ്ടാവിൻ്റെ നിയമത്തിന് എതിര് നിൽക്കുകയല്ലേ? ബഹുമാനനായ സഹോദരൻ അബ്ദുള്ള റോഷൻ, അദ്ദേഹം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിലാണ്. അത്തരം ഒരു ഭരണക്രമത്തെ, ഒരു ജനാധിപത്യ സംവിധാനത്തെ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? കാരണം ഇസ്ലാമികമായി നിയമനിർമ്മാണം നടത്തേണ്ടത് അള്ളാഹുവാണെന്നിരിക്കെ ഇവിടെ ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഭൂരിപക്ഷ പ്രകാരമായതുകൊണ്ട് അത്തരമൊരു വ്യവസ്ഥ അനിസ്ലാമികമല്ലേ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കുറേ വസ്തുതകളുണ്ട്. ജനാധിപത്യം എന്ന പദം ഒരുപാട് അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. ജനാധിപത്യം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ജനങ്ങളുടെ ആധിപത്യം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ത് എന്നതാണ് അടിസ്ഥാനപരമായ വിഷയം. തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതമനുസരിച്ചാണോ? തീർച്ചയായും അല്ല. ഒരു മുസ്ലിമിന് എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും നിർണയിക്കുവാനുള്ള മാനദണ്ഡം പടച്ച തമ്പുരാൻ്റെ ദിവ്യബോധനമാണ്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ നന്മയായി കരുതുന്നതിനെ ഞാൻ നന്മയായി സ്വീകരിക്കുമെന്നും ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ തിന്മ എന്ന് വിധി എഴുതുന്നതിനെ ഞാനും തിന്മയായി മനസ്സിലാക്കുമെന്നും ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നതോടുകൂടി തീർച്ചയായും അവൻ ഇസ്ലാമിൻ്റെ വിശ്വാസ വൃത്തത്തെ തന്നെ അതിലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മദ്യം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം മദ്യം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മദ്യം നിഷിദ്ധമല്ല എന്നും മദ്യം അനുവദനീയമാണ് എന്നും ഒരാൾ പറയുന്നതോടുകൂടി അയാൾ ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തെ നന്മ തിന്മകൾ തീരുമാനിക്കുവാനുള്ള മാനദണ്ഡമായി സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും ഒരു മുസ്ലിമിനില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഒരു ജനാധിപത്യ ഭരണക്രമത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മതവിശ്വാസികൾ തങ്ങളുടെ ധാർമ്മികതയെ പാർലമെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പുനർനിർണയിക്കണം എന്നല്ല ഭരണഘടന അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന മുസ്ലിങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നിടത്ത് ഇനി മുതൽ ധർമാധർമ്മങ്ങൾ വ്യവച്ഛേദിക്കുവാൻ നിങ്ങൾ ഖുർആനിലേക്കും നബിചര്യയിലേക്കും അല്ല നോക്കേണ്ടത്, മറിച്ച് ഇന്ത്യൻ നിയമനിർമ്മാണ സഭ എടുക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് നോക്കേണ്ടത് എന്ന് ഭരണഘടന ഒരിടത്തും പറയുന്നില്ല. ഏതുദാഹരണവും നമുക്കെടുക്കാം. വ്യഭിചാരം ഹറാമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾ വ്യഭിചാരം നന്മയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യഭിചാരം ഹലാലാണ് എന്ന് അംഗീകരിക്കണമെന്ന് പറയുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് വീക്ഷണം സ്വീകരിച്ചാലും നന്മ തിന്മകളെക്കുറിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വീകരിക്കുന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭരണഘടന നൽകുന്നു. അതാണ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം. ഇതുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ മതപരമായ ജീവിതത്തോട് ഇന്ത്യൻ ജനാധിപത്യം ഏറ്റുമുട്ടുന്നു എന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാകുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ജനാധിപത്യം നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ്. അവിടെ ഭരണഘടന നിശ്ചയിച്ച ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ ഭൂരിപക്ഷം വോട്ടുകൾ ലഭിക്കുന്ന ആളുകൾ ഒരു നിയോജക മണ്ഡലത്തിൽ വിജയിക്കുകയും അങ്ങനെ കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന പാർട്ടിക്ക് ഭരണഘടനയെ അനുസരിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അവിടെ ആ ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഇന്ത്യയിൽ നിയമം നടപ്പിലാക്കാനും പുതിയ നിയമങ്ങൾ നിർമ്മിക്കുവാനുമുള്ള അവകാശം അവർക്ക് ലഭിക്കുന്നു. ആ നിയമങ്ങൾ, അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളുടെ അടിസ്ഥാനം ഖുർആനും ഹദീസുമാണോ? അല്ല, തീർച്ചയായും അല്ല. ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്ന ജനപ്രതിനിധികൾ, പാർട്ടികൾ, അവർ ഇവിടെ നിയമം നിർമ്മിക്കുന്നതോ നിയമം നടപ്പിലാക്കുന്നതോ
പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ വെളിച്ചത്തിലാണ്. അവിടെ അത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിക്കുന്നതിന് മുസ്ലിമിന് മതപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ രാജ്യം മുസ്ലിമിന്റെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എങ്കിൽ ആ ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. 5 സമയത്ത് നിർബന്ധ നമസ്കാരം ഒരു കുറ്റകൃത്യമായി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ആ നിയമം മുസ്ലിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇവിടെ മദ്യം കഴിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ മദ്യം കഴിക്കൽ ഹറാമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു മുസ്ലിമിനില്ല എന്ന നിയമം ഇവിടെ പാസ്സാക്കപ്പെട്ടാൽ അത് മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിലുള്ള കയ്യേറ്റമാണ് എന്ന് പറയാം. മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ അവകാശമില്ല എന്നൊരു നിയമം ഉണ്ടായാൽ അത് മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറയാം. എന്നാൽ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഭരണകർത്താക്കളെ തടയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയുള്ള ഒരു മതസമൂഹത്തിൻ്റെയും മതപരമായ സ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. അവിടെ നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി പരിരക്ഷിച്ചുകൊണ്ട് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്യുന്നത്. അത്തരം നിയമങ്ങൾ അനുസരിക്കുന്നതിൽ, ആ നിയമങ്ങളോട് സഹകരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ മുസ്ലിമിനെ വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ നിയമങ്ങൾ അനുസരിക്കാൻ മുസ്ലിമിനെ നിർബന്ധിക്കുക കൂടി ചെയ്യുന്നു. ഞാൻ ആവർത്തിക്കുന്നു, മതപരമായി മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കുകയും അവരുടെ മതവിശ്വാസങ്ങളിലോ കർമ്മങ്ങളിലോ ഇടപെടാതിരിക്കുകയും ചെയ്യാത്തൊരു ഭരണകൂടം ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജനാധിപത്യ പ്രക്രിയയിലൂടെയോ അല്ലാതെയോ നടപ്പിലാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ മുസ്ലിമിനെ വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് ഉണർത്തുക കൂടി ചെയ്യുന്നു. ഇപ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ പരിശോധിച്ച് നോക്കുക. ഖുർആനിലും സുന്നത്തിലും ഒരു രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകണം, ഇസ്ലാമികമായ രാഷ്ട്ര സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിലും ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വീകരിക്കപ്പെടേണ്ട, നടപ്പിലാക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി ഖുർആനിലോ സുന്നത്തിലോ പറഞ്ഞിട്ടേയില്ല. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ പോലും ഓരോ കാലത്തും ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായി പുതിയ നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വരും. ആ നിയമങ്ങൾ നിർമ്മിക്കാൻ ആ രാജ്യത്ത് അതിൻ്റെതായ സംവിധാനങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങൾ അനുസരിക്കൽ ഒരു ഇസ്ലാമിക രാജ്യത്തിലായാലും ശരി, ഇസ്ലാമികേതര രാഷ്ട്രത്തിലായാലും ശരി, ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്നാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സൂചന. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മക്കൻ സാമൂഹ്യ ക്രമത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പ്രജകൾ ജീവിച്ചത് മദീനയുടെ പുരോഗതിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾ അവിടെയുള്ള ഭരണാധികാരിയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചത്. ആ നിയമങ്ങൾ തീർച്ചയായും ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളല്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് അമുസ്ലിമായ ഒരു ഭരണാധികാരിക്ക് കീഴിലാണ്. ആ മുസ്ലിമായ ഭരണാധികാരിക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്, ആ ഭരണത്തിൽ പങ്കാളിയാവുക പോലും ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ 55-ാമത്തെ വചനം നമ്മൾ പരിശോധിക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജസന്നിധിയിലെത്തുന്നു. അമുസ്ലിമാണ് രാജാവ്, അമുസ്ലിമായ ഭരണാധികാരി. ആ ഭരണാധികാരി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അവിടെ രാജ്യം നേരിടാൻ പോകുന്ന ഭീകരമായൊരു പ്രതിസന്ധി ചർച്ചയ്ക്ക് വരുന്നു. രാജ്യത്ത് വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാവാൻ പോവുകയാണ്. ആ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്, ഏത് വഴിക്കാണ് രാജ്യം നീങ്ങേണ്ടത് എന്ന ചർച്ചയുണ്ടാകുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമുസ്ലിമായ പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാത്ത ആ ഭരണാധികാരിയോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. രാജാവേ, ഈ നാട്ടിന്റെ ഭരണാധികാരിയായ അങ്ങ് എന്നെ അങ്ങയുടെ മന്ത്രിയായി നിയമിക്കുക. ഞാൻ തീർച്ചയായും വിശ്വസ്തനായ അറിവുള്ളൊരു സൂക്ഷിപ്പുകാരനായിരിക്കും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനത്തിൽ അവിടുത്തെ ധനകാര്യ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയും ആ രാജ്യത്തെ
ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നത് മതനിയമങ്ങളല്ല. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നത് മതനിയമങ്ങളല്ല. ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിക്കുന്നത് മതനിയമങ്ങളല്ല. മുസ്ലിങ്ങൾ എത്ര സമയം നമസ്കരിക്കണമെന്നോ, ഏത് തോതിൽ സക്കാത്ത് കൊടുക്കണമെന്നോ, മുസ്ലിങ്ങൾ അവരുടെ മതപരമായ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നോ ഒന്നുമല്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് തീരുമാനിക്കപ്പെടുന്നത്. മറിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത്, അതിനോട് സഹകരിക്കേണ്ടത്, അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് മുസ്ലിമിന്റെ മതപരമായ ബാധ്യതയാണ് ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും. അതിൽ മതവിരുദ്ധമായി യാതൊന്നുമില്ല എന്നതാണ് സത്യം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ മതവിരുദ്ധമല്ലാത്ത നിയമങ്ങൾ അനുസരിക്കാൻ ഒരു മുസ്ലിം സന്നദ്ധമാകുന്നില്ലെങ്കിൽ ആ സമീപനം രാഷ്ട്രവിരുദ്ധമാണ് എന്ന് മാത്രമല്ല മതവിരുദ്ധം കൂടിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനം. അതാണ് ഇവിടെ സുഹൃത്തിന്റെ ചോദ്യത്തോടുള്ള പ്രതികരണമായി സൂചിപ്പിക്കുവാനുള്ളത്.